നന്ദനയുടെ ചോദ്യം കേട്ട് ദേവ് കുറച്ചുനേരം മിണ്ടാതെ നിന്നു. എന്നെ ഒരു കരാറായി മാത്രമാണോ നിങ്ങൾ കണ്ടത്? ദേവിന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കാൻ പോലും കഴിഞ്ഞില്ല. നന്ദനയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് പണം വേണമെന്നറിഞ്ഞിട്ടാണ് നിങ്ങൾ ഈ വിവാഹം നിർദ്ദേശിച്ചത് അല്ലേ? ദേവ് പതുക്കെ പറഞ്ഞു. അതെ, ആദ്യം അങ്ങനെയായിരുന്നു. ആ വാക്കുകൾ നന്ദനയുടെ ഹൃദയത്തെ തകർത്തു. ആദ്യം മാത്രമോ? ദേവ് അവളെ നോക്കി. പക്ഷേ ഇപ്പോൾ അവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും നന്ദന തടഞ്ഞു. വേണ്ട ദേവ്, ഇനിയൊന്നും പറയേണ്ട. അവൾ മുറിയിലേക്ക് ഓടിപ്പോയി. സാവിത്രി ദേവിനെ നോക്കി. ദേവ്, നീ അവളെ ഒരുപാട് വേദനിപ്പിച്ചു. ദേവ് ഒന്നും പറയാതെ നന്ദനയുടെ മുറിയുടെ വാതിനരികിലേക്ക് നടന്നു. വാതിൽ അടഞ്ഞിരുന്നു. നന്ദന, വാതിൽ തുറക്കൂ. അകത്തുനിന്ന് മറുപടിയില്ല. ഞാൻ നിന്നോട് എല്ലാം പറയാം. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം നന്ദനയുടെ ശബ്ദം കേട്ടു. എനിക്ക് ഇനി ഒന്നും കേൾക്കണ്ട ദേവ്. നന്ദന, നിങ്ങൾക്ക് ഞാൻ ഒരു കരാർ മാത്രമായിരുന്നു. പക്ഷേ ഞാൻ ഈ ബന്ധത്തെ സത്യമായാണ് കണ്ടത്. ദേവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ആദ്യമായി അവന് തൻ്റെ തെറ്റ് മനസ്സിലായി. അടുത്ത ദിവസം രാവിലെ നന്ദന തൻ്റെ വസ്ത്രങ്ങളും സാധനങ്ങളും ബാഗിൽ ഒതുക്കുകയായിരുന്നു. സാവിത്രി അവളെ കണ്ടപ്പോൾ ഞെട്ടി. മോളെ, നീ പോകുകയാണോ? നന്ദന കണ്ണുനീർ തുടച്ചു. അമ്മേ, ഞാൻ ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത്. പക്ഷേ എന്തിന്? നന്ദനയ്ക്ക് മറുപടി പറയാൻ കഴിഞ്ഞില്ല. അവൾ ബാഗുമായി പുറത്തേക്ക് നടന്നു. വാതിക്കലെത്തിയപ്പോൾ ദേവ് അവളുടെ മുന്നിൽ നിന്നു. നന്ദന, അവൾ തല ഉയർത്തി നോക്കി. എന്നെ പോകാൻ അനുവദിക്കൂ ദേവ്. ദേവ് അവളുടെ ബാഗ് പിടിച്ചു. ഇല്ല. നന്ദന അതിശയത്തോടെ അവനെ നോക്കി. എന്തുകൊണ്ട്? ദേവ് കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു. നീ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് ഒരു കരാറിൻ്റെ പേരിലായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിന്നെ നഷ്ടപ്പെടാൻ എനിക്ക് ഭയമാണ്. നന്ദനയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ ചോദിച്ചു, അപ്പോൾ നിങ്ങൾക്ക് എന്നോട് എന്താണ്? ദേവ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. പക്ഷേ ആ ചോദ്യത്തിന് അവന് ഇപ്പോഴും ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് ദേവിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വന്നത്. മറുവശത്ത് നിന്ന് വന്ന വാർത്ത കേട്ടതോടെ ദേവിൻ്റെ മുഖം മാറി. ദേവ്, നന്ദനയുടെ അച്ഛനെക്കുറിച്ച് ഒരു സത്യം ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദേവ് ഞെട്ടി. നന്ദന ഒന്നും അറിയാതെ അവനെ നോക്കി നിന്നു. ദേവ് ഫോൺ പതുക്കെ താഴ്ത്തി. നന്ദന അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്താണ് ദേവ്? ആരാണ് വിളിച്ചത്? ഒന്നുമില്ല. ദേവിൻ്റെ മറുപടി കേട്ട് നന്ദന സംശയത്തോടെ നോക്കി. എന്നോട് എന്തെങ്കിലും മറച്ചു വയ്ക്കുന്നുണ്ടോ? ദേവ് ഒന്നും പറഞ്ഞില്ല. അവൻ ഉടൻ ഓഫീസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അവിടെ എത്തിയപ്പോൾ അർജുൻ ചില രേഖകൾ ദേവിൻ്റെ മുന്നിൽ വെച്ചു. ദേവ്, ഈ രേഖകൾ നിന്റെ അച്ഛൻ്റെ പഴയ ബിസിനസ് ഫയലുകളിൽ നിന്ന് കിട്ടിയത്. ദേവ് ആ ഫയലുകൾ തുറന്നു നോക്കി. അവയിൽ നന്ദനയുടെ അച്ഛൻ രാഘവൻ്റെ പേരുമുണ്ടായിരുന്നു. ദേവ് ഞെട്ടി. രാഘവൻ എൻ്റെ അച്ഛനോടൊപ്പം ജോലി ചെയ്തിരുന്നോ? അർജുൻ തല കുനിച്ചു. അതെ, പക്ഷേ അതിലും വലിയൊരു കാര്യമുണ്ട്. അർജുൻ മറ്റൊരു രേഖ പുറത്തെടുത്തു. നിന്റെ അച്ഛൻ്റെ മരണത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ബിസിനസ് ഇടപാടിൽ രാഘവൻ്റെ ഒപ്പമുണ്ട്. ദേവിൻ്റെ മുഖം കടുപ്പമായി. വർഷങ്ങളായി തൻ്റെ അച്ഛൻ്റെ മരണത്തിന് പിന്നിലെ സത്യം അന്വേഷിക്കുകയായിരുന്നു ദേവ്. ഇപ്പോൾ ആ രഹസ്യത്തിൽ നന്ദനയുടെ അച്ഛൻ്റെ പേരും കൂടി വന്നിരിക്കുന്നു. അന്ന് വൈകുന്നേരം ദേവ് വീട്ടിലെത്തി. നന്ദന അവനെ കാത്തിരിക്കുകയായിരുന്നു. ദേവ്, രാവിലെ മുതൽ നിങ്ങൾ എന്തോ വിഷമത്തിലാണ്. എന്താണ് സംഭവിച്ചത്? ദേവ് അവളെ നോക്കി. അവന് സത്യം പറയാൻ കഴിഞ്ഞില്ല. നന്ദന, നിന്റെ അച്ഛനെക്കുറിച്ച് എനിക്ക് ചില കാര്യങ്ങൾ അറിയണം. അവൾ ഞെട്ടി. അച്ഛനെക്കുറിച്ചോ? എന്താണ്? അദ്ദേഹം ഒരിക്കൽ എൻ്റെ അച്ഛനോടൊപ്പം ജോലി ചെയ്തിരുന്നോ? നന്ദന കുറച്ചു നേരം ആലോചിച്ചു. അതെ, അച്ഛൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ദേവ് ഒന്നും പറഞ്ഞില്ല. അപ്പോഴാണ് നന്ദനയുടെ ഫോൺ മുഴങ്ങിയത്. അവളുടെ അച്ഛനായിരുന്നു. മോളെ, നീ എവിടെയാണ്? വീട്ടിലാണ് അച്ഛാ. മറുവശത്ത് കുറച്ച് നിമിഷം നിശബ്ദത. പിന്നെ രാഘവൻ വിറയുന്ന ശബ്ദത്തിൽ പറഞ്ഞു, മോളെ, നീ ഉടൻ വീട്ടിലേക്ക് വരണം. ദേവിനോടൊരു കാര്യം പറയാനുണ്ട്. കോൾ അവസാനിച്ചു. നന്ദന ദേവിനെ നോക്കി. അച്ഛന് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. ദേവിൻ്റെ മനസ്സിൽ സംശയം കൂടുതൽ ശക്തമായി. അടുത്ത ദിവസം ഇരുവരും നന്ദനയുടെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ അവർ അവിടെ എത്തിയപ്പോൾ വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. അച്ഛാ! നന്ദന അകത്തേക്ക് ഓടി. വീട്ടിൽ ആരുമില്ല. മേശപ്പുറത്തൊരു പഴയ കത്ത് മാത്രം. നന്ദന അതെടുത്തു. കത്തിൻ്റെ മുകളിൽ എഴുതിയിരുന്നത് ദേവിന് മാത്രം വായിക്കാനുള്ളത്. ദേവ് കത്ത് തുറന്നു. ആദ്യ വരി വായിച്ചപ്പോൾ തന്നെ അവൻ്റെ മുഖം മാറി. നിന്റെ അച്ഛൻ്റെ മരണത്തിന് കാരണം ഞാനല്ല. ദേവ് ഞെട്ടി. അടുത്ത വരി വായിക്കാൻ തുടങ്ങുമ്പോഴേക്കും പുറത്തൊരു കാറിൻ്റെ ശബ്ദം കേട്ടു. ആരായിരുന്നത് തുടരും. അപ്പം അടുത്ത പാട്ടിൽ എന്താണ് ആ കത്തിയിൽ ഒളിപ്പിച്ചിരിക്കുന്ന സത്യം എന്നതൊക്കെ അറിയാനായിട്ട് അടുത്ത പാട്ട് വേഗം ഇടാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ.